നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് സൗദി അറേബ്യ ഇറാനിയൻ ഹജ്ജ് തീർത്ഥാടകരുടെ മടക്കയാത്രയ്ക്ക് ചില പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയതിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ഇറാനിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ കാരണം ഹജ്ജ് കഴിഞ്ഞു മടങ്ങുന്നവർക്ക് സൗദി നൽകിയ ഒരു പ്രത്യേക സഹായം. ഇതില് ശ്രദ്ധേയമായൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഹജ്ജ് കർമ്മങ്ങൾ കഴിയുന്നിടത്തല്ല ഈ ഒരു ശ്രദ്ധ അവസാനിക്കുന്നത്, അവിടെ തുടങ്ങുകയാണ് ശരിക്കും. കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഒരു നിർദ്ദേശപ്രകാരം സൽമാൻ രാജാവ് നേരിട്ട് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് നിർദ്ദേശം കൊടുത്തു. ഇറാനിയൻ തീർത്ഥാടകരുടെ ആവശ്യങ്ങൾ നിറവേറ്റണം, അവരുടെ മടക്കം സുരക്ഷിതമാക്കണമെന്ന്. അപ്പൊ ഇതൊരു സാധാരണ നടപടി ആയിരുന്നില്ല, ഒരു പ്രത്യേക ഇടപെടൽ തന്നെയായിരുന്നു. അതെ, തീർച്ചയായും ഒരു വെറും പ്രഖ്യാപനമായിരുന്നില്ല പോലെ, ഒരു ചിട്ടയായ ഒരു പദ്ധതി. അതെ, ഒരു സംയോജിത പദ്ധതി തന്നെയായിരുന്നു. 24 മണിക്കൂറും സേവനങ്ങളുണ്ടായിരുന്നു. സാധാരണ ഹജ്ജ് ക്രമീകരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തു. ഈ തീർത്ഥാടകർക്ക് താമസിക്കാൻ നല്ല സൗകര്യങ്ങളുള്ള ഹോട്ടലുകൾ, പല സ്ഥലങ്ങളിലേക്കും പോവാനും വരാനുമുള്ള ഗതാഗത സൗകര്യം, ഇതൊന്നും ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ചും ഒരു പ്രത്യേക സാഹചര്യത്തിൽ. മക്കയിലും മദീനയിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ സ്ഥാപിച്ചു. ഇറാനിയൻ തീർത്ഥാടകർക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഓപ്പറേഷൻസ് റൂം. അതുവഴി തീർത്ഥാടകരുടെ ഓരോ നീക്കവും അവർക്ക് നിരീക്ഷിക്കാൻ പറ്റി. എന്തെങ്കിലും ഒരു പ്രശ്നം വരും മുന്നേ തന്നെ പരിഹരിക്കാനൊരു ശ്രമം. അവരുടെ എന്താവശ്യമുണ്ടെങ്കിലും അപ്പം തന്നെ അറിയിക്കാനും പരിഹാരം കാണാനും അത് സഹായിച്ചു. ഈ ജദീദത്ത് അറാർ അതിർത്തി വഴിയുള്ള മടക്കയാത്ര അതും സുഗമമാക്കി. തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും വരരുത്, അവർ സേഫായിട്ട് മടങ്ങണം എന്നുള്ള ഒരു പ്രത്യേക കരുതൽ, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻസ് റൂമും മറ്റു കാര്യങ്ങളുമൊക്കെ ഒരുക്കിയത്. പ്രതികരണങ്ങൾ വളരെ പോസിറ്റീവായിരുന്നു. നല്ല നന്ദി, സംതൃപ്തിയും ഒക്കെ അവരുടെ വാക്കുകളിൽ കാണാമായിരുന്നു. നമ്മൾ കേട്ട ചില വാക്കുകൾ, ഈ സൗകര്യങ്ങൾക്ക് ഞങ്ങൾ സൗദി അറേബ്യയോട് ഒരുപാട് നന്ദിയുള്ളവരാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ സൗദി അറേബ്യയുടെ നല്ല ആതിഥ്യത്തിന് പ്രത്യേകിച്ച് രാജാവിനും കിരീടാവകാശിക്കും നന്ദി എന്നും പറയുന്നുണ്ടായിരുന്നു. ആ അനുഭവത്തിന്റെ ഒരു ആഴം അതിൽ കാണാം. പ്രധാന ലക്ഷ്യം ഈ തീർത്ഥാടകർക്ക് എല്ലാ ആദരവോടും കൂടി സുരക്ഷിതമായിട്ട് സമാധാനത്തോടെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങാൻ പറ്റണം എന്നുള്ളതായിരുന്നു. അതുപോലെ അവസാനത്തെ ചുവടുവെപ്പ് വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്, ഇതാണ് ഞങ്ങളുടെ സന്ദേശം. ഒരു പക്ഷേ സൗദി അറേബ്യയെ ഹജ്ജിനും ഉംറയ്ക്കുമുള്ളൊരു സ്ഥലം എന്നതിനപ്പുറം ഒരു പ്രക്ഷുബ്ധതയുടെ ഇടയിലും സമാധാനപരമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നൊരിടം എന്നൊരു ചിത്രം നൽകാനും ഇത് ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഹജ്ജ് കർമ്മങ്ങൾ കഴിഞ്ഞ ശേഷവും ഇറാനിയൻ തീർത്ഥാടകർക്ക് അവരുടെ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വളരെ ചിട്ടയായ സമഗ്രമായ സഹായവും കരുതലും സൗദി അറേബ്യ നൽകി. ഇതൊരു സാധാരണ യാത്രയായിപ്പല്ല, ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൊടുത്ത ഒരു കരുതൽ, ഒരു മാനുഷിക പരിഗണന, അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ ഈ കണ്ടത്.